ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഊന്നൽ എന്ന് പറയുന്നത് ആത്മീയ വശത്തിനായിരുന്നു. പ്രാർത്ഥന, ഇവിടെ ടൈം, സുവിശേഷ വേല, കുടുംബജീവിതം, ഭക്തി, ഇതിനൊക്കെയാണ്. ഈ ക്രിസ്ത്യ ജീവിതത്തിന് ആത്മീയ വശം മാത്രമല്ലുള്ളത്, ഭൗതിക വശം. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആത്മീയ വശത്തിനാണോ ഭൗതിക വശത്തിനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഞാൻ ഭൗതിക വശത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയും. ആത്മീയ വശത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല. കാരണം ദൈവം ആദ്യം സൃഷ്ടിച്ചത് ശരീരത്തെയാണോ ആത്മാവിനെയാണോ? ശരീരത്തെയാണ്. അപ്പൊ സൃഷ്ടിയിൽ മുൻഗണന ദൈവം കൊടുത്തത് എന്തിന്? ആത്മാവിന്റെ ശരീരത്തിനാണ്. ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു എന്നുള്ളതല്ലേ സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്ന പല കാര്യങ്ങൾക്കും ആദ്യം ഹൗവയല്ല പുരുഷനെയാണ് സൃഷ്ടിച്ചത്. അതുപോലെ ആദ്യം ആത്മാവിനെ അല്ല സൃഷ്ടിച്ചത്, ശരീരത്തെയാണ് സൃഷ്ടിച്ചത്. ആത്മാവിനെ പിന്നെയാണ്, ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവിനെ വെക്കുകയാണ്. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വേണ്ടവണ്ണം ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയൊരു ചിന്തയാണ്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ ദൈവം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെ കുറിച്ചാണോ ശരീരത്തെക്കുറിച്ചാണോ? ശരീരത്തെക്കുറിച്ചല്ലേ. തിന്നുന്നതിനെ കുറിച്ച്, കുടിക്കുന്നതിനെ കുറിച്ചും, തിന്നത് കുടിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്രാർത്ഥനയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ അധികം കാര്യങ്ങളാണ് ഭൗതിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇടയിലെ ഒരു ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൗതികതയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നില്ല, ആത്മീയതയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നില്ല, കൊടുക്കേണ്ടതുപോലൊന്നും കൊടുക്കുന്നില്ല. എങ്കിലും താരതമ്യേന. എന്നാൽ അതേസമയം തന്നെ നാം ജീവിക്കുന്നത് ആത്മീയതയ്ക്ക് വേണ്ടിയല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്ന? ആത്മാവിന് വേണ്ടിയാണ്, ശരീരത്തിന് വേണ്ടിയാണ്. രാവിലെ എഴുന്നേറ്റ വൈകുന്നേരം വരെയുള്ള നമ്മുടെ അധ്വാനം മുഴുവനും ആത്മാവിന് വേണ്ടിയുള്ള അധ്വാനമാണ്, ശരീരത്തിന് വേണ്ടിയുള്ള അധ്വാനം? ശരീരത്തിന് വേണ്ടി അധ്വാനം അല്ലേ? അപ്പൊ പിന്നെ നാം ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. ഏതാ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാതെ ആത്മാവിനെ കുറിച്ച് ഒരുപാട് പറയും, അതേസമയം ശരീരത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയും. മക്കളെന്ന് പറയുന്ന ആത്മാവല്ല, ശരീരമില്ല. കൂടുതൽ ആത്മാവുള്ള ശരീരത്തോടു കൂടി. അപ്പോ മക്കളെ പറ്റിയാണ്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ 1-ാം ദിവസം തുടങ്ങി പ്രസവ ദിവസം വരെ ശരീരത്തെ, ആ കുട്ടിയുടെ ശരീരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, കുട്ടിയുടെ ആത്മാവിനാണ്, ശരീരത്തിനാണ് കൊടുക്കുന്നത് മുഴുവൻ. ഡോക്ടറൊക്കെ പോകുന്നതും തൂക്കം നോക്കുന്നതും കിടന്നു പോകുന്നതും എല്ലാം ശരീരത്തിനാണ്. ആത്മാവിനെ പറ്റി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ നമ്മെ തന്നെ വഞ്ചിക്കുക. എന്ത്? ശരീരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരുന്നു. മുഴുവൻ ശരീരത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോ എന്നുള്ളതിനെ കുറിച്ചാണോ, അതോ അവരാഹാരം കഴിച്ചോ? ഏതിനാ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു വാക്യം പഠിപ്പിക്കാനാണോ, അതോ അവരെ എങ്ങനെയെങ്കിലും 2 അക്ഷരം പഠിപ്പിക്കാനാണോ? നമ്മൾ സത്യസന്ധരായ മനുഷ്യരല്ലെന്ന്. നിങ്ങളെന്നല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടെ നമ്മൾ അങ്ങനെ അല്ല. അതാണ് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം മുഴുവൻ തകരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവ് എന്ന് പറയുകയും ശരീരം ജീവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങി ഇതുവരെയുള്ള സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ എത്ര മണിക്കൂർ ചിന്തിച്ചു? 12 മണിക്കൂർ കഴിഞ്ഞല്ലോ. വളരെ കുറച്ചേ ചിന്തിച്ചുള്ളൂ. ചിന്തിച്ചല്ല എന്തിനു വേണ്ടിയാ? കുളിക്കണം, കഴിക്കണം, കുടിക്കണം, ഉറങ്ങണം, ജോലിക്ക് പോകണം, ജോലി ചെയ്യണം, ശ്രമിക്കണം, എല്ലാം ശരീരത്തിന് വേണ്ടിയാണ്. പിന്നെ നമ്മളിങ്ങനെ കൂടി വരുമ്പോൾ ആത്മാവിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, ആത്മീയ വിഷയങ്ങളാണ് പ്രാധാന്യം എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു തട്ടിപ്പും വെട്ടിപ്പും അല്ലേ? ദൈവം തമ്പുരാനെ കളിപ്പിക്കാൻ ഒക്കുമോ? ഒക്കുമില്ല. സുവിശേഷത്തിന് എന്താ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഇന്ന് രാവിലെ എവിടെയെങ്കിലും വൈകുന്നേരം ഇതുവരെയുള്ള സമയത്ത് എത്ര പേരുടെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്? പക്ഷെ എത്ര പേരുടെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്? എന്നാലും മൊബൈൽ ഫോണിൽ കൂടെ ആളുകളോട് ഒത്തിരി സംസാരിച്ചില്ലയോ? സുവിശേഷം ആരോടും പറഞ്ഞില്ലല്ലോ മൊബൈൽ ഫോണിൽ കൂടെ. ആത്മീയ കാര്യങ്ങൾ ആളുകളോട് മൊബൈൽ ഫോണിൽ കൂടെ സംസാരിച്ചില്ലല്ലോ. നമ്മൾ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇതൊന്നും കാര്യമില്ല സഹോദരന്മാരെ. ഒന്നുപോലും 10-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യമാണ്, മനപ്പാടം അറിയാവുന്ന വാക്യം. എന്താ വാക്യം പറയുന്നത്? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. 2 കാര്യം പറഞ്ഞ് 2 ഭൗതിക കാര്യമാണ് അല്ലേ? പ്രാർത്ഥിച്ചാലും പാടിയാലും എന്ത് ചെയ്താലും നല്ലല്ലോ. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ തന്നെ പറയാം. ദൈവത്തിന് അറിയാം നിങ്ങളുടെ ജീവിതം ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്ന തീറ്റയും കുടിയും കൊടുക്കുകയും വാങ്ങുകയും കാശുണ്ടുകയും കാശ് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അതെന്ത് ചെയ്താലും അത് എന്തിനു വേണ്ടി ചെയ്യണമെന്നാ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളിലാണ് നാം കൂടുതൽ വ്യാപരിക്കുന്നത്. പക്ഷേ അങ്ങനെ വ്യാപരിക്കുമ്പോൾ തന്നെ ആ ഭൗതിക കാര്യങ്ങളെ ദൈവമഹത്വത്തിന് വേണ്ടി തീർക്കാനുള്ളതായിരിക്കുന്ന ഒരു പരിശീലനമാണ് നമ്മുടെ ഭാഗത്ത് വേണ്ടത്. അതാ പറയുന്നത്.
ബൈബിൾ പറയുന്നില്ല ഭൗതിക കാര്യങ്ങൾ പ്രധാനമല്ലെന്ന്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഭൗതിക കാര്യങ്ങൾ നിങ്ങൾ എത്ര വ്യാപരിച്ചാലും അതിന്റെ മഹത്വം ആർക്ക് പോകണം? ദൈവത്തിന് പോകണം. അപ്പൊ അതാണ് ചോദ്യം. ഭൗതികത പ്രാധാന്യമാണോ എന്നുള്ള ചോദ്യമല്ല. ഭൗതികത വളരെ പ്രാധാന്യമായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ടുള്ള മഹത്വം ദൈവത്തിന് പോകുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഒരു ഭക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ഭൗതിക കാര്യങ്ങൾ ധാരാളമായിട്ട് ശ്രദ്ധിക്കുമെന്ന്, അതേസമയം തന്നെ അതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കും. വല്ലാത്ത പ്രയോഗമാണ് തിന്നാലും കുടിച്ചാലും. ഇന്നത്തെ പ്രാവശ്യം വല്ലതൊക്കെ കഴിച്ചവരാ ഇവിടെ ഇരിക്കുന്നവർ. നമ്മളെല്ലാവരും കഴിച്ചു. രാവിലെ എഴുന്നേറ്റ് വല്ലതും കഴിച്ച് കാപ്പി കുടിച്ച് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണും. 11 മണിയായപ്പോൾ ചിലരെങ്കിലും കാപ്പിയോ ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിച്ച് കാണും. പിന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് കാണും. പിന്നെ 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ച് കാണും. ഇനിയിപ്പോൾ ഇത് ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കുന്നവർ കാണും. ഇതെല്ലാം കഴിക്കുകയും കുടിക്കുകയല്ലേ, നമ്മളെല്ലാം ചെയ്യും. പക്ഷേ അതിൽ നിന്നും മഹത്വം ദൈവത്തിന് പോയോ എന്ന് എത്ര പേര് ബോധപൂർവം രാവിലെ പ്രാതൽ കഴിച്ചപ്പോൾ ദൈവമേ ഇത് നിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇഡ്ഡലി തിന്നട്ടെ എന്ന് പറഞ്ഞു തിന്നവർ എത്ര പേരുണ്ട്? ഓരോ ഇഡ്ഡലിയെ മുറിയെടുക്കുമ്പോഴും ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ന് പറയുമോ, അതോ ആദ്യത്തെ ഒരു പ്രാർത്ഥനയില് ഒതുക്കും നമ്മൾ? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഈ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്ന് എങ്ങനെയാ അറിയുന്നത്? തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. ഞാൻ രാവിലെ എഴുന്നേക്കും, ഉറക്കമില്ലാത്തതുകൊണ്ടൊക്കെയാ 2 മണിക്കും 1 മണിക്കും ഒക്കെ എഴുന്നേക്കുന്നു. എഴുന്നേറ്റ് ഉടനെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആണെന്ന് എൻ്റെ വിശ്വാസം. കാരണം ആ കാപ്പിയുടെ ഒരു ശക്തി കൊണ്ടാണ് പിന്നെ 6 മണി വരെയുള്ള സമയത്ത് വചനവും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങും രാത്രി. മനഃപൂർവ്വം അത്രയും ഉറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചല്ല, ഉറക്കം വരാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല തമ്പുരാൻ ഉറക്കം തരാത്തത്. ഏതായാലും ആ സമയം പ്രയോജനകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ചില കഴിഞ്ഞ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് 7:30 മണിയാകുമ്പോൾ കുടുംബ പ്രാർത്ഥന കഴിയും. കഴിഞ്ഞാൽ ഗ്രേസ് അടുക്കളയിലേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴേ പറയും എനിക്ക് കണ്ടമാനം വിശക്കുന്നു എന്ന് പറഞ്ഞാൽ വിടുന്നത്. അപ്പൊ ഞാൻ എന്താ കഴിക്കുന്നെന്നുള്ള വളരെ ബോധപൂർവ്വമാണ് കഴിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ എന്ത് തിന്നാലും കുടിച്ചാലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വേണം. ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ശരീരം ആരോഗ്യമായിരിക്കണം, എങ്കിലേ ദൈവത്തിനാമം മഹത്വപ്പെടൂ. ക്ലാസ് എടുക്കേണ്ടത് പോയി ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. എനിക്ക് ആരോഗ്യം വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം ആരോഗ്യം ഉണ്ടാവില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്ത് ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തെങ്കിൽ ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ ദൈവനാമത്വത്തിന് വേണ്ടി കഴിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കഴിക്കുന്നതായിരിക്കുന്ന വസ്തു നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യത്തിനും ആ ആരോഗ്യം ദൈവത്തിന്റെ ശുശ്രൂഷകൾക്കും പൊതുവെയായി തീരത്തേക്കണം കഴിക്കുകയും കുടിക്കുകയും വേണം. അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ട് പിന്നെ വയറ്റുവേദനയാണ്, ഗ്യാസാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ദൈവനാമത്വത്തിന് വേണ്ടിയാണ്. സാധാരണ ഭയങ്കര സന്തോഷമാണ്. കഴിച്ചതിന് ശേഷം എല്ലാവരും ഗ്യാസും വിട്ട് അവിടെ ഇരിക്കുക. ദൈവം പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് കൊള്ളുകയില്ല. അന്ന് ദിവസം മുഴുവൻ ഗ്യാസിന്റെ വേദന, വേദന, ഈ വേദന. അത് ദൈവനാമത്വത്തിന് വേണ്ടി കഴിക്കുന്നവരല്ല. ദൈവനാമത്വത്തിന് വേണ്ടി കഴിക്കുന്നവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരസുഖം ഉണ്ടാവില്ല. കാരണം ഒരസുഖം ഉണ്ടാകാത്ത കാര്യങ്ങളെ അവർ കഴിക്കത്തുള്ളൂ. അതിനാ പറഞ്ഞത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറയും. അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളുകളില്ല. എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടും. അപ്പൊ തിന്നുക കുടിക്കുക എന്നീ 2 കാര്യങ്ങളെ ദൈവാത്മാവ് എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യം അതാണ്. അധികമൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. രാവിലെ ദോശ ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി, ഉപ്പുമാവ് ഉണ്ടാക്കി, അല്ലെ പുട്ടുണ്ടാക്കി, അല്ലെ കപ്പ് വേവിച്ചു, അല്ലെ കഞ്ഞി വെച്ചു. ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആകണമെന്നോ ആകുമെന്നോ വല്ലതും ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? എന്താ അരിപ്പൊടിയില്ല, അരി അരയ്ക്കാൻ പറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? എന്നാ ഇച്ചിരി കഞ്ഞി അങ്ങ് വെച്ചേക്കാം. അത് ദൈവനാമത്വത്തിന് വേണ്ടി വെക്കുക. സഹോദരന്മാർ കഴിക്കുന്ന ദൈവനാമത്വത്തിന് വേണ്ടിയാണോ? അങ്ങനെ ബോധപൂർവമാണോ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ കഴിക്കരുത് സഹോദരന്മാരെ. അങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യരുത്. ഞാനതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ചോദിക്കും, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ള. കഴിക്കണോ വേണ്ട എന്ന് അതിശയിക്കാനാ. എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഉതകുന്നതല്ലേ ഞാൻ കഴിക്കില്ല. എനിക്ക് ഒരുപാട് ഓടി നടക്കുകയും ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് ജോലികൾ ചെയ്യുകയും ചെയ്യേണ്ട ആളാണ് ഞാൻ. കഴിക്കുന്ന ആഹാരം എനിക്കതിന് സഹായകരമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെയൊന്നുമല്ല ആളുകൾ കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനോട് ആദ്യം പറഞ്ഞത് എന്താ? നീ പ്രാർത്ഥിക്കണം, നീ കോയറ്റ എടുക്കണം, നീ നല്ല ചിന്തകളെ ചിന്തിക്കാവൂ, ദൈവത്തെക്കുറിച്ച് നീ ഒരുപാട് ചിന്തിക്കണം. അങ്ങനെയാണോ പറഞ്ഞത്? ദൈവം ആദാമിനോട് ഹവ്വയോടും ആദ്യം പറഞ്ഞത് എന്താ? നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, ഒന്ന് തിന്നരുത്. അങ്ങനെയല്ല, തിന്നുന്നതിനെ കുറിച്ചല്ലേ ആദ്യം പറഞ്ഞത്. ഇത്രയും വലിയ മനുഷ്യനെ ഉണ്ടാക്കി, ഇത്രയും വലിയ ഭൂമിയിൽ ഉണ്ടാക്കി, ഇത്രയും വലിയ പരിപാടി എല്ലാം ചെയ്തതിന് ശേഷം ദൈവത്തിന് ആദ്യം മനുഷ്യനോട് പറയാനുള്ളത് എന്താണെന്നറിയോ? തിന്നോ ഇഷ്ടം പോലെ, എന്നിട്ട് ഒരു പഴം ഉണ്ടാവും, തിന്നുകയരുത്. അപ്പൊ ദൈവം തീറ്റയും കുടിയും കുറിച്ച് താല്പര്യമുള്ളവരാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടല്ലേ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന് മനുഷ്യന് കൊടുത്ത പേരെന്താ? തീനിയും കുടിയനുമായ
മനുഷ്യനും. കർത്താവ് തിന്നാനും കുടിക്കാനും വളരെ താല്പര്യം കാണിച്ച ആളാണ്. എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യില്ല. ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞ എന്തിനാണെന്നറിയോ? തത്തതും പുഴുത്തതും ഒന്നും കർത്താവിനെ കൊണ്ട് ചെല്ലരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണം. ഫ്രഷ് ആയിട്ടുള്ള മീൻ കറി വെക്കുകയോ വറക്കുകയോ ചുടുകയോ എന്തെങ്കിലും ചെയ്താൽ എന്നെ ടേസ്റ്റാ. ഇപ്പോൾ പിടിച്ചത് ആ വല വലിച്ച് കയറ്റി കുടഞ്ഞിട്ടപ്പോ വീണ മീനില്ലേ, അതേന്ന് കൊണ്ടുവരാനാവുക. അപ്പൊ ദൈവം കഴിക്കുന്നതും കുടിക്കുന്നതും സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള ഒരു ദൈവമാണ്. കാരണം ദൈവം മനുഷ്യനോട് ആദ്യം സംസാരിക്കുന്ന ആഹാരം സംബന്ധിച്ചാണ്. അവൻ തെറ്റ് ചെയ്തപ്പോഴും അവനോട് ചോദിച്ചത് ഞാൻ തിന്നരുതെന്ന് പറഞ്ഞത് തിന്നോന്നാ ചോദിച്ചു. എടാ നീ പ്രാർത്ഥിക്കാൻ മറന്നുപോയോ? സ്തോത്രം ചെയ്യാതാണോ നീ ആ പഴം കഴിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സ്തോത്രം ചെയ്തിട്ടേ കഴിക്കാവുന്നു? അതൊന്നും കർത്താവ് പറഞ്ഞില്ല. സ്തോത്രം ചെയ്ത് കഴിക്കോ കഴിക്കാതിരിക്കോ ഒന്നും പറഞ്ഞില്ല. തിന്നരുതെന്ന് പറഞ്ഞു. തിന്നോളാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ് ഇഷ്ടം പോലെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴം ഇഷ്ടം പോലെ തിന്നോളാൻ പറഞ്ഞു. തിന്നാൻ വേണ്ടിയാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ പഴങ്ങളെല്ലാം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? തിന്നാൻ വേണ്ടിയാണ്. അപ്പൊ തിന്നണമെന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ ആരോഗ്യം നിലനിർത്താൻ വേണം കഴിക്കാൻ, എങ്കിലേ ദൈവനാമം മഹത്വപ്പെടും. അതുകൊണ്ടാണ് പഴയ നിബന്ധനകൾ വെച്ചത്. മൃഗത്തെ അറുത്താൽ ഇങ്ങനെ അറക്കണം, ഇങ്ങനെ ചോര ഇന്നത് ചെയ്യണം, മേധസ് ഇന്നത് ചെയ്യണം, ഇന്ന് പാചകം ചെയ്ത് നാളെ കൂടെ കഴിക്കാൻ, മറ്റന്നാ കഴിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കഴിച്ചാൽ അവനെ ഛേദിച്ച് കളയണം. കാരണം എന്താ, അന്ന് എയർ കണ്ടീഷൻ്റെ ഫ്രിഡ്ജും ഒന്നും ഉള്ള കാലമല്ലല്ലോ. ഇന്ന് നന്നായി കുക്ക് ചെയ്താണ് നാളെ കൂടെ കേട്ടില്ലായിരിക്കും, മറ്റന്നാളത്തേക്ക് ആകുമ്പോൾ അത് വിളിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരും. തിന്നുന്നു. ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതുപോലെ വൃത്തിയുള്ള മൃഗങ്ങളെ മാത്രമേ തിന്നാവെന്ന് പറഞ്ഞു, വൃത്തിയില്ലാത്ത മൃഗങ്ങളെ തിന്നരുതെന്ന് പറഞ്ഞു. നമുക്കിപ്പോ പുതിയ നിയമത്തിൽ എല്ലാത്തിനെയും തുപ്പട്ടി കെട്ടി ഇറക്കിയിട്ട് പത്രോസിനോട് പറഞ്ഞത് എന്താ? സകല നാൽക്കാലികളും ജലജന്തുക്കളും ഉണ്ടായിരുന്നു, ഇപ്പൊ കഴിച്ചു തിന്നോളാൻ പറഞ്ഞു. കാരണം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം ശുദ്ധീകരിക്കപ്പെടും. അതിനെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. തന്നിരിക്കുന്ന ആഹാരത്തെ അതിൽ എന്തെങ്കിലും വിഷമോ മാലിന്യങ്ങളോ എന്തെങ്കിലും അയോഗ്യതകളോ ഉണ്ടെങ്കിൽ കർത്താവേ അതെല്ലാം നീ മാറ്റി തരണം. പിന്നെ സ്തോത്രം ചെയ്യുന്നതിനാ, കഴിച്ച് കഴിഞ്ഞിട്ട് സ്തോത്രം ചെയ്യും. കഴിച്ച ആഹാരത്തിനായി സ്തോത്രം. ഈ ആഹാരം കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ദോഷവും സംഭവിക്കാതെ സൂക്ഷിക്കണം. ഈ പണ്ടങ്ങനെയല്ല. പണ്ട് ക്രിസ്ത്യാനികള് കല്യാണത്തിനും ഏത് സദ്യക്ക് എന്നാലും സദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കും, ആഹാരം കഴിച്ചു ഒന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ അസുഖങ്ങളാണ്, ആഹാരം സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ്. മനുഷ്യൻ ആദ്യം ഭവിച്ച തെറ്റെന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത് ആഹാരം സംബന്ധിച്ചാണ് പാപം ഉണ്ടായത്. തിന്നരുതെന്ന് പറഞ്ഞ് തിന്നു. അതിൽ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ് തിന്നപ്പോ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ പാപത്തിന്റെ ഗൗരവം. പക്ഷേ ദൈവം തിന്നരുതെന്ന് പറഞ്ഞത് ഒരു ഭൗതിക വസ്തുവിനെ സംബന്ധിച്ചാണ്, ഒരു പഴത്തെ സംബന്ധിച്ചാണ്. പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ചും പാടുന്നതിനെ സംബന്ധിച്ചും സ്തോത്രം ചെയ്യുന്നതിനെ സംബന്ധിച്ചും അല്ല പറഞ്ഞു. അവിടെ അനുസരണക്കേടുണ്ടായി. ആരോഗ്യത്തിന് വേണ്ടി തിന്നാനായിട്ട് സൃഷ്ടിച്ചത് അവന് ദോഷം വരാതിരിക്കാനായിട്ട് തിന്നരുതെന്ന് പറഞ്ഞതായിരിക്കുന്ന പഴം തിന്നു. അനുസരണക്കേടും അവിശ്വാസവും എല്ലാം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നമെന്ന് പറയുന്നത്. ആത്മാവിനെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പ് ശരീരത്തെയാണ് സൃഷ്ടിച്ചത്. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവിനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കഴിക്കുന്ന ആഹാരമൊക്കെ ആത്മാവിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയും? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആത്മാവിന് വേണ്ടിയാണോ? ഉച്ചയ്ക്ക് ആഹാരം ചോറുണ്ണുന്നത് ആത്മാവിന് വേണ്ടിയാണോ ശരീരത്തിന് വേണ്ടിയാണോ? ശരീരത്തിന് വേണ്ടിയായില്ലയോ? എന്നാൽ ഒരു 10 ദിവസം ഒന്ന് ആഹാരം കഴിക്കാതിരുന്ന ആത്മാവിന് ക്ഷീണം ഉണ്ടാകുമെന്നറിയാം. എങ്ങനെ പിന്നെ ശരീരത്തിന് വേണ്ടി കഴിക്കാതിരുന്നിട്ട് ആത്മാവിന്? ഒരു ദിവസം ആഹാരം കഴിക്കാതിരുന്നാൽ ആത്മാവിന് ക്ഷീണം ഉണ്ടാവും. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, ആത്മാവിനും ക്ഷീണം ഉണ്ടാവും. ശരീരം ആരോഗ്യമായിരുന്നെങ്കിൽ മാത്രമേ ആത്മാവ് ആരോഗ്യമായിരിക്കും. ഒരു രാത്രി ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. ശരീരത്തിന് ആ ഉറക്കം, പക്ഷേ ആത്മാവിന് ക്ഷീണം. അങ്ങനെയാ. അപ്പൊ ശരീരത്തെ ശരിക്കും സൂക്ഷിക്കുക എന്ന് പറയുന്നത് ആത്മാവിനെ സൂക്ഷിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ആഹാരം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയങ്ങളിൽ കർത്താവിന് പോലും ദൂതന്മാർ അവന് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അങ്ങനല്ലേ? 40 രാവും 40 പോലും ഉപവസിച്ചും ദൂതന്മാർ അവന് എന്ന് പറഞ്ഞാൽ ദൂതന്മാർ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ക്ഷീണിക്കും, ശരീരം ക്ഷീണിക്കും. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച്, ഈ കൊലപാതകം ഒരു മനുഷ്യനെ കുത്തിക്കൊന്നവനെ എന്ത് ചെയ്യണം? വേറെ ഒരാൾ കുത്തിക്കൊല്ലണം. അപ്പൊ മരണം എന്ന് പറയുന്ന ശരീരത്തിന്റെ ഉണ്ടാകുന്ന, ആത്മാവിന് അങ്ങനെ മരണം ഉണ്ടാകുന്നില്ലല്ലോ. ഒരാൾ കുത്തിയാൽ വിശ്വാസിയാ കുത്തുന്നെങ്കിൽ അവന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോവില്ലേ? പക്ഷെ കുത്തിയവനെ കുത്തണമെന്ന് പറയാൻ കാരണം എന്താ? ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് അവനെ. ആ സാദൃശ്യം എന്ന് പറയുന്ന ആത്മാവിനെ സംബന്ധിച്ച് മാത്രമല്ല, അത് ശരീരത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് കൊലപാതകം മഹാപാപമായിരിക്കുന്നത്. കൊലപാതകം ചെയ്യുന്നവരെ കൊന്നുകളയണമെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായിരിക്കുന്ന ശരീരത്തെയാണ് അവൻ കുത്തിയത്.
ആത്മാവ് ചത്തോന്നല്ലല്ലോ ഡോക്ടർ നോക്കുന്നതാന്നോ? ശരീരം ചത്തോന്നല്ലേ നോക്കുന്നത്? ഹാർട്ടിൻ്റെ ടിപ്പ് തീർന്നോന്നല്ലേ നോക്കുന്നത്? അല്ല അവന് പ്രാർത്ഥന, അവന്റെ ആത്മാവ് അത് തന്നെ ഉണ്ടോ, ആത്മാവ് പുറത്തു പോയോ, അതൊന്നുമല്ല നോക്കുന്നത്. ശരീരമാണ്. ഈ ശരീരത്തെ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പോലെ കണ്ണും മൂക്കും ഉണ്ടെന്നുള്ളതല്ല പറയുന്നത്, അതല്ല എൻ്റെ അർത്ഥം. എന്നാൽ ദൈവത്തിന് കണ്ണില്ലാതെ കണ്ണുണ്ട്, അവൻ കാണുന്നൊന്നുമില്ലേ? ദൈവം കേൾക്കുന്നു, ദൈവം കാണുന്നു, ദൈവം തൊടുന്നു, ദൈവം തന്റെ കൈ നീട്ടി അനുഗ്രഹിക്കുന്നു, എല്ലാം ദൈവം ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യന്റെ അവയവങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തികളെല്ലാം ദൈവം അവയവങ്ങളില്ലാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേക്കുറിച്ച് വിവരിക്കുമ്പോൾ അവയവങ്ങൾ ചേർത്താണ്. ദൈവം കാണുന്നു, കണ്ണ് നട്ടവൻ കാണാതെ ഇരിക്കുമോ, ചെവി നട്ടവൻ കേൾക്കാതെ ഇരിക്കുമോ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, അത് ശരീരത്തിലാണ്, അത് ആത്മാവിനെയും ബാധിക്കുന്ന ശരീരത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തെ നന്നായി സൂക്ഷിക്കുമ്പോൾ ദൈവം എനിക്ക് തന്നതായിരിക്കുന്ന സാദൃശ്യത്തെയും നന്നായി സൂക്ഷിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ച്, അപ്പോൾ ഒരു പഴയ മനുഷ്യനുണ്ട്, ഒരു പുതിയ മനുഷ്യനുണ്ട്. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദമുമായുള്ള ബന്ധം, പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവായുള്ള ബന്ധം. അതിൽ നിന്ന് നമുക്ക് ശരീരം മാറ്റാൻ ഒക്കുകയില്ലെന്നാ പറഞ്ഞത്. ശരീരം എങ്ങനെ മാറ്റുന്നത്? യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ എൻ്റെ ശരീരം കൊണ്ടാണ് ഞാൻ എല്ലാം സ്വീകരിക്കുന്നത്, എൻ്റെ ബുദ്ധിയിലാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്, എൻ്റെ അധരം കൊണ്ടാണ് ഞാൻ ഏറ്റുപറയുന്നത്, എൻ്റെ ഹൃദയം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഒരുപോലെ സന്നദ്ധമായി സജീവമായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 139 ദാവീദ് തന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് എത്ര മനോഹരമാണെന്നറിയാം. അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം ദൈവത്തിന്റെ സൃഷ്ടിവൃത്തം എവിടെ ആരംഭിക്കുന്നതാണ്. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞത് ആത്മാവിനെയാണ് ശരീരത്തെയാണ്. ഭയങ്കരവും അതിശയകരവും എന്നെ സൃഷ്ടിച്ചു. എന്തൊരു രസകരമായ ഒരു കാര്യമാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ അണ്ടവും ബീജവും ചേർന്ന് ഒരു സൈഗോട്ട്, ഒരു പുതിയ ജീവൻ ഉണ്ടാകുകയാണ്. ആ ഉണ്ടാകുന്ന നിമിഷം മുതൽ, അല്ലെ അത് തമ്മിൽ സംയോജിക്കുന്ന നിമിഷം മുതൽ എത്ര അതിശയകരമായിട്ട് അതിനെ മെടയുന്നത്. ബ്രെയിൻ ഉണ്ടാക്കുന്നു, അല്ലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടാക്കുന്നു, കണ്ണുണ്ടാക്കുന്നു, ചെവി ഉണ്ടാക്കുന്നു, പിന്നെ ഹൃദയം ഉണ്ടാക്കുന്നു, കിഡ്നി ഉണ്ടാക്കുന്നു, ആന്തരികവും ബാഹ്യമായ അവയവങ്ങളെല്ലാം ദൈവം അങ്ങനെ പടഞ്ഞ് അതുണ്ടാക്കുക. നിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ വെറും ഒരു പിണ്ഡം മാംസകഷ്ണമായിരിക്കുമ്പോൾ ഞാൻ നിനക്ക് മറഞ്ഞിരുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് എന്താണ്? അവിടെ ഒന്നും ആത്മാവിനെ പറ്റിയും ജീവനെ പറ്റിയും ഒന്നും പറയുന്നില്ല. എല്ലാം പറയുന്നത് ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിയിൽ ആദ്യം ശരീരമാണ്, പിന്നെയാണ് ഇതിൽ ആത്മാവ്. അതോടൊപ്പം ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ എന്നാലും ശരീരമാണ്. ഡോക്ടറുടെ അടുക്ക പോയി അല്ലെങ്കിൽ ഡോക്ടറുടെ അടുക്ക പോകാതെ ഗർഭചിത്രം നടത്തുമ്പോൾ എന്താണ്? ആത്മാവിനെ അല്ല പുറത്ത് കളയുന്നത്, ശരീരത്തെയാണ്. പക്ഷേ ശരീരത്തെ പുറത്ത് കളയുമ്പോൾ അതോടുകൂടെ എന്തും പോകുന്നു? ആത്മാവും പോകും. അതുകൊണ്ടാണ് ശരീരത്തെ തൊടാൻ ഒരാൾക്കും അനുവാദമില്ലാത്തത്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നവരെ ആ ഉള്ളിലുള്ളതായിരിക്കുന്ന ശരീരത്തെ, ആ പിണ്ഡത്തെ, ആ അസ്ഥികൂടത്തെ തൊടാൻ ഒരു ഡോക്ടർക്കും ഒരു നേഴ്സിനും ഒരു മനുഷ്യനും അവകാശമില്ല, അനുവാദമില്ല. കൊലപാതകമാണ്. അപ്പോ ഗർഭമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യണം? പുരുഷനും സ്ത്രീകളും എന്ത് ചെയ്യണം? ആ ദൈവം ഉള്ളിൽ മടഞ്ഞു കൊണ്ടുവരുന്നതായിരിക്കുന്ന പിണ്ഡാകാരം, അസ്ഥികൂടം ഏറ്റവും ആരോഗ്യവും ഏറ്റവും ബലവും ഏറ്റവും ശക്തിയും ഏറ്റവും ഓജസ്സും ഉള്ളതാ ഒന്നായിട്ട് വളരാൻ ആവശ്യമായിരിക്കുന്ന ആഹാരം കഴിക്കുകയും വിശ്രമം ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാണ് വിവാഹം കഴിക്കേണ്ടത്. ഞാൻ വിവാഹം കഴിക്കുന്ന എൻ്റെ സ്ത്രീയുമായി ഞങ്ങൾ ചേർന്നാൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്കാണോ ഞങ്ങൾ ജന്മം കൊടുക്കുന്നത്, അതോ ബലഹീനമായ കുഞ്ഞുങ്ങൾക്കാണോ എന്നും ചിന്തിക്കണം. കല്യാണം കഴിച്ച് ചിന്തിച്ചാൽ പോരാ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. അതൊന്നും ചിന്തിക്കില്ല, പെണ്ണിനെ ഇഷ്ടപ്പെട്ടവന്ന് മാത്രം നോക്കും. പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് എല്ലാവിധ ബലഹീനതപ്പെട്ട ആരാ കുറ്റം? ദൈവത്തെ കുറ്റം പറയാണ്, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ വലിയ ദൈവത്തിന്റെ പരിപാടിയിലെ ഒരു ഭാഗമാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് പ്രമേഹമുണ്ട്, എൻ്റെ ഭാര്യയ്ക്കും പ്രമേഹമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീൻസിൽ പ്രമേഹമുള്ള ജീൻസാണ്. അപ്പൊ ഞങ്ങളുടെ മക്കളൊക്കെ ജനിച്ചു വരുമ്പോൾ അവർക്ക് പ്രമേഹമുള്ള ജീൻസ് ഉണ്ട്. അവർ വിവാഹം കഴിക്കുമ്പോൾ പ്രമേഹമുള്ള ജീൻസിനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പ്രമേഹ രോഗികളായി മാറും. അപ്പോൾ വിവാഹാലോചന വരുമ്പോൾ അമ്മ എങ്ങനെയുള്ളതാണ്, അപ്പൻ എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കണ്ടേ? കുടുംബമായിട്ട് പ്രമേഹമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണോ എടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണ്ടേ? ആരോഗ്യമുള്ള കൊച്ചുമക്കളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ വേണം. അതൊന്നും ജഡികത്വമൊന്നുമല്ല, അത് ആത്മീയത കുറവല്ല, ആത്മീയത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ലെന്നുള്ളത് അവരുടെ വലിയൊരു ബലഹീനതയാണ്. ദാവീദ് പറഞ്ഞത് എന്നെ രഹസ്യത്തിൽ
ഭൂമിയുടെ അധോ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കാണാൻ വയ്യാത്ത ഭാഗത്തന്നേ ഉള്ളൂ. ഉള്ളില് ഉദരത്തിൽ നടക്കുന്ന എന്താണെന്ന് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലുള്ള സ്കാനിങ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്താ നടക്കുന്നത് എന്നുള്ളത് ആർക്കും കാണുകയൊന്നുമില്ല. അപ്പൊ അധോ ഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആര് കണ്ടിരുന്നു? നീ കണ്ടിരുന്നു എന്നുള്ളതാണ്. നിന്റെ സൂപ്പർവിഷനിലാണ് അത്. അപ്പൊ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാറൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബന്ധത്തിൽ നിന്നും ഒരു ശിശു ജനിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവേ, നീ ഒരു പ്രത്യേക സൃഷ്ടി പ്രവർത്തനം ചെയ്യണം. എന്താണ്? കുട്ടിയുടെ ആരോഗ്യത്തിനും ബുദ്ധിക്കും മനസ്സിനും ആത്മാവിനും ദോഷം വരുന്നതായിരിക്കുന്ന ജീൻസിനെ നീ സപ്രസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. നീ അതിനെ നീ അമർത്തിപ്പിടിക്കണോ, ഡെവലപ്പ് ചെയ്ത് വരാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിച്ച് കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആരോഗ്യവും ബലവും ബുദ്ധിയും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ 1,00,000 കുഞ്ഞുങ്ങളുണ്ടായ 1,00,000 പോലെ ഇരിക്കും. ഒന്നും രണ്ടെണ്ണം ഒരുപോലെ ഇരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് 1,00,000 ഓപ്ഷൻസ് എന്റെ ജീൻസിലുണ്ട്. അതിൽ ഏതൊക്കെ ഓപ്ഷൻസാ വരണം? ഞാനും ഗ്രേസും കല്യാണം ചെയ്യാൻ ആഫ്രിക്കക്കാരെ പോലെയുള്ള പിള്ളേരുണ്ടാകും, കറുത്ത പിള്ളേർ. കാരണം പുറമോട്ട് പോയ ആദാമിലേക്ക് നിന്നാണ് ഇതെല്ലാം വന്നത്. പുറമോട്ട് പോകുമ്പോൾ കറുത്ത ജീൻസി അംഗങ്ങളിലുണ്ട്, വെളുത്ത ജീൻസി അംഗങ്ങളിലുണ്ട്, ചൈനീസ് ജീൻസി അംഗങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല, ചില നല്ല വെളുത്ത ആളുകൾക്ക് ചില പിള്ളേരുണ്ട്, നമുക്ക് കറുത്തുള്ള വെളുത്താണ്. അതിനെന്ത് ചിലക്കാരൻ്റെ പങ്കുണ്ട്. അവളെ ഇവിടെ പോയി കൊണ്ടുവന്ന വെറുതെ അവളെങ്ങും പോയി കൊണ്ടുവരുന്നതല്ല, ചില ജീൻസ് പുറത്തു വരുന്ന. ആ ജീൻസ് പുറത്തു വരാതെ സപ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവ് ഞെക്കിപ്പിടിച്ചവനെ, അമർത്തിപ്പിടിച്ചവനെ, വേണ്ടാത്തതൊന്നും വരാതെ, കള്ളുകുടിന്റെ ജീൻസും ഡ്രഗ് ജീൻസും കയറി വരാതെ നീ ഒന്ന് ഞെക്കിപ്പിടിച്ചോണെ എന്ന് പറഞ്ഞു. ഇത് വല്ലതും ചെയ്യുന്നുണ്ടോ? പിള്ളേരുണ്ടാകുന്നു. പറയി പറ്റ മന്ത്രിവരെ പോലെ നമ്മള് നമ്പൂര് കയറി ഒരു പറയെ പ്രേമിച്ചു. അവസാനം അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും അടിച്ചു നാട്ടി. അങ്ങനെ പോവാ. നമ്പൂരിയും മന്ത്രി പറയും കൂടെ ഇങ്ങനെ പോവാ. പോകുന്ന വഴിക്ക് അവളെ പ്രസവവേദന വരുന്ന അവള് പറയും, തമ്പുരാനെ പ്രസവിച്ചു, ഒരാങ്കുഞ്ഞ്. തമ്പുരാൻ ആകെക്കൂടെ ഈ വായുണ്ടോടി എന്ന് ചോദിക്കും. ഉണ്ട്. കൈയുണ്ടോ? ഉണ്ട്. എന്നാൽ കളഞ്ഞേക്കാൻ പറയും, രക്ഷപ്പെട്ടുള്ളൂ. കയ്യും വായും കൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ. കുറെ ദൂരം അങ്ങോട്ട് ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പം, തമ്പുരാനെ എന്താ? വേറൊരെണ്ണം കൂടെ. കൈയുണ്ടോ? ഉണ്ട്. വായുണ്ടോ? ഉണ്ട്. ഹൈറ്റേക്കാൻ പറയും. അങ്ങനെയാണ് ഈ പറയൊറ്റ പന്തിരി കുലം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തോട് നമ്മൾ ചോദിക്കണം. കർത്താവിനോട് ചോദിച്ച് നല്ല കുഞ്ഞുങ്ങളെ വാങ്ങണം. ചോദിക്കാതെ ചിലപ്പോൾ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം നമുക്ക് ഒത്തിരി നല്ല കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവത്തിന്റെ കരുണയും കൃപയുമാണ്. പക്ഷെ നമുക്ക് ചോദിക്കാൻ അവകാശം തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ദുഷ്ടന്റെ സന്തതി എങ്ങനെ പോകുന്ന പറഞ്ഞത്? ഭ്രഷ്ടരായി പോകുന്നു എന്നാ പറഞ്ഞത്. ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോഴേ ഭ്രഷ്ടരായിട്ടാവും. നിന്റെ സന്തതി 3, 4 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കുന്ന പ്രക്രിയ ആ സന്തതി മേൽ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാത്തവർ പറയാണ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചിന്തിക്കണം കേട്ടോ. പെണ്ണിനെ കണ്ട് സ്നേഹിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ ജീൻസ് ചിലപ്പോൾ കൊലപാതകന്മാരുടെയും ഡ്രഗ് അഡിക്ഷന്റെയും തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും ജീൻസ് ആയിരിക്കും. തലമുറകളായിട്ട് അങ്ങനെ ജനിച്ചു വരുന്നവരാണ്. അതിനെയൊക്കെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം 1000 തലമുറ വരെ ശപിക്കപ്പെട്ടതായിരിക്കും ചിലപ്പോൾ. അപ്പം വളരെ സൂക്ഷിച്ച് വേണം കല്യാണം കഴിക്കാനും, പെണ്ണിനെ എടുക്കാനും, ചെറുക്കനെ എടുക്കാനും. സൗന്ദര്യം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സൗന്ദര്യമല്ല പ്രധാനം, ആന്തരിക സൗന്ദര്യമാണ് പ്രധാനം. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പാപം മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബാധിക്കും. പാപം ചെയ്യുന്ന ആളിൽ നീ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? പഴം തിന്നുന്ന ആളിൽ നീ മരിക്കും. മരണം ശരീരത്തിന് മാത്രമേ വന്നുള്ളൂ, ശരീരത്തിനും ആത്മാവിനും വന്നു. നിത്യത മുഴുവൻ ജീവിച്ചിരിക്കേണ്ട മനുഷ്യന്റെ ആത്മാവ് നിശ്ചയിച്ചു കഴിഞ്ഞു. ആദ്യം എത്ര വർഷം ജീവിച്ചിരുന്നത്? 910. അപ്പോ പാപം ചെയ്ത് അന്ന് കൗണ്ടിങ് തുടങ്ങി. കൗണ്ടിങ് എങ്ങനെ തുടങ്ങി? നമ്മൾ മുന്നോട്ട് ദൈവം തുടങ്ങി എങ്ങനെയാണെന്ന് അറിയാം? 910, 909, പിന്നെ 908, 907, ഇങ്ങനെ താഴോട്ടുണ്ട്. അല്ലേ എണ്ണാ നോക്കുക. നിത്യത മുഴുവൻ നിൽക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. അപ്പൊ പിന്നെ നിത്യത എണ്ണാ നോക്കുവോ? ഒക്കെ ഇല്ല. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് 910 ഉള്ളൂ, അതുകൊണ്ട് എണ്ണ് പോവാണ്. അങ്ങനെ എണ്ണി 10, 9, 8, 7, 6, 5, 3, 2 അടിമണി പണിയടിച്ചു. നമുക്കറിയില്ല എവിടുന്നാ തുടങ്ങുന്നതെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം 52, പിന്നെ ചിലപ്പോ 83 എന്നിരിക്കും, എണ്ണിയില്ലെന്നിരിക്കും, ആർക്കറിയാം? ദൈവം തമ്പുരാൻ എണ്ണുന്നത് ചിലപ്പോ അങ്ങനെയെന്നറിയോ? 82, 81 ഇങ്ങനെ എണ്ണി 1, 0 അടിമണി. അപ്പൊ മരണം എന്ന് പറയുന്നത് ശരീരത്തെയും ബാധിച്ചു, ആത്മാവിനെയും ബാധിച്ചു. പക്ഷെ ശരീരം മരിക്കുമ്പോഴാണ് ആത്മാവും മരിക്കുന്നത്. ആത്മാവ് പിന്നെ അങ്ങ് നിൽക്കുക. അതുകൊണ്ട് ഈ ശരീരം എത്ര കാലം നമുക്ക് നിലനിർത്താമോ അത്ര കാലം നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിലനിൽക്കും. അത് ഇല്ല കഴിഞ്ഞ് ആത്മാവ് പിന്നെ നിലനിൽക്കും, ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ.
കഴിഞ്ഞ ദിവസം 113 വയസ്സുള്ള ഒരാളെ ജീവചരിത്രം കണ്ടായിരുന്നു. 113. അപ്പൊ അയാൾ അതിന്റെ രഹസ്യമായിട്ട് പറഞ്ഞത് താൻ കഴിക്കാത്ത ചില സാധനങ്ങൾ, കഴിക്കുന്ന ചില സാധനങ്ങൾ താൻ വലിക്കുകയില്ല, കുടിക്കുകയില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യില്ല. നമുക്ക് ഒത്തിരി കാലം ജീവിക്കാൻ കേട്ടോ, ആവശ്യത്തിന് ഉറക്കം കിട്ടണം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ ഭാഗത്തിൽ എന്താ പറയുന്നത്? ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്ത്. ഇയ്യോബിന്റെ പുസ്തകം 19:26 രസകരമായ ഒരു വാക്യമാണ്. ഇയ്യോബ് പറയാ, എന്റെ തൊക്ക ഇങ്ങനെ, ആ തൊക്കെല്ലാം അങ്ങനെ പുണ്ണുകൾ വന്ന് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ ദേഹം ഇങ്ങനെ പുണ്ണു പിടിച്ച് നശിച്ചു കഴിഞ്ഞാലും ഞാൻ ദേഹരഹിതനായി എന്നല്ല പറയും, ദേഹസഹിതനായി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് ഈ ശരീരം പുണ്ണു പിടിച്ച് ചത്താലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിത്യമായ നിലനിൽപ്പ് ഉണ്ട്. അതിനാണ് നമ്മള് ഉയർപ്പെന്ന് പറയുന്നതൊക്കെ. കർത്താവ് വരുമ്പോൾ ഉയർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഉയർക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാ? ജീവനോടിരിക്കുന്ന വിശ്വാസികൾ. അപ്പൊ അവരെങ്ങനെയാ? അവർക്ക് രൂപാന്തരം വരിക ചെയ്യുന്നത്. നിത്യത മുഴുവൻ നിലനിൽക്കത്തക്ക ഒരു കണ്ടീഷനിലേക്ക് ശരീരം ഓട്ടോമാറ്റിക്കലി അങ്ങ് മാറുക. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരിപാടി ഈ ലോകം കൊണ്ടോ ഈ മരണം കൊണ്ടോ അവസാനിക്കുന്ന ഒരു പരിപാടി അല്ല. അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മള് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മളവരെ എങ്ങനെയാ കൊണ്ട് അടക്കുന്നത്? നമ്മൾ മരത്തിന്റെ റബ്ബറിന്റെ വെട്ടിക്കകത്തൊക്കെ കൊണ്ട് അടക്കുന്നത്. അതൊന്നും എനിക്കിഷ്ടമല്ല. ശരിക്കും അടക്കേണ്ടത് നല്ല ഒന്നാന്തരം ഒരു ദ്രവിക്കാത്തതായിരിക്കുന്ന ഒരു കോഫിനൊക്കെ വാങ്ങി അതിൻ്റെ അകത്ത് വെൽവെറ്റ് തുണിയും ഒക്കെ ഇട്ട് നല്ല പഞ്ഞിയും ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ട് അവിടെ നല്ല സുന്ദരനായിട്ട് അങ്ങനെ അവിടെ കിടത്തിയേക്കണം. കാരണം എഴുന്നേറ്റ് വരേണ്ടതാ കർത്താവ് വരുമ്പോൾ വിളിക്കുമ്പോഴേ. അപ്പൊ അന്നത്തെ ആ നല്ല വടിവത്ത ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ എഴുന്നേറ്റ് ഇഞ്ഞു വരാം. നമ്മൾ ഇതൊന്ന് ദ്രവിച്ചിട്ട് വേണം തട്ടിക്കളഞ്ഞിട്ട് അടുത്തോണ്ട് വെക്കാനേ. നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാ. അമേരിക്കക്കാർ അടക്കി കഴിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞാൽ പെട്ടിയെടുത്താലും അതിലെ ഒരു തൊലിക്ക് പോലും കേടുവരിക. അതെടുക്കുകയും തുറക്കുകയും ചെയ്യുന്ന സുപ്രീം കോടതി ഓർഡർ വേണം. അതങ്ങനെയാണ്, എയർ ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കും. കോടതി അനുവദിച്ചെങ്കിലും തുറക്കാനും. അത് തുറന്നാൽ അതുപോലെ ഇരിക്കും. 100 വർഷം കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലയോ, ഈ ഷർട്ടിന് പോലും ഒരു ദ്രവത്വം ഉണ്ടാവില്ല. കാരണം അത് എയർ ടൈറ്റ്, അതിനകത്ത് എയർ ഇല്ല. ഒരു ജീവി, ഒരു ജന്തു അതിൻ്റെ അകത്ത്. ഹിന്ദുക്കളൊക്കെ ദഹിപ്പിച്ച് കളയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തെ പറ്റി അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. തീർന്നു, പഞ്ചഭൂതത്തിലേക്ക് ദഹിച്ചു. നമ്മളങ്ങനെയല്ല, ഇത് വീണ്ടും എഴുന്നേറ്റ് വരാനുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവരെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. ക്രിസ്ത്യ രാജ്യങ്ങളിലെ ഒരു ശവത്തിന് നേരെ എന്തെങ്കിലും ഒരു ബഹുമാനക്കുറവ് കാണിക്കുന്നത് വലിയ കുറ്റമാണ്. വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ്. ഒഴിവാക്കുന്നുണ്ട്. ശവം പോകുന്ന സമയത്ത് മുന്നിൽ 2 മോട്ടോർ ബൈക്ക് പോലീസുകാർ കാണും, അതിന് പുറകിലെ ശവം വഹിക്കുന്ന വണ്ടി കാണും, അതിന് പുറകിൽ 5-6 പോലീസുകാർ കാണും. ഇതെല്ലാം പോകുന്നത്. ഏത് വണ്ടിയും ഈ പോലീസിന്റെ സൈറൺ കേട്ടാൽ ഉടൻ 2 സൈഡിലെയും വണ്ടികൾ നിർത്തിയിരിക്കണമെന്നാണ്. ഈ പ്രൊസഷൻ കടന്നു പോകുന്നത് വരെ ഒരു വണ്ടിക്ക് മൂവ് ചെയ്യാൻ അനുവാദമില്ല. ദാറ്റ്സ് എ റെസ്പെക്ട് ഫോർ ദി ഡെഡ്. അതിന് ഒരു ബഗർ ആയാലും ശരി, അവനെ അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തല്ല ഇതൊന്നും ഇല്ലാത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ശരീരത്തിന് വല്ല വിലയുണ്ടോ? ചത്ത ശവം തിന്നുന്ന ആളുകൾ പോലും ഇന്ത്യയിൽ അസ്ഥിയെടുത്ത് അടക്കം ചെയ്യും. കാരണം ശരീരം അടക്കം ചെയ്യാനായിട്ട് സാധിച്ചില്ല. യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെടുന്നവരാണ്. അതുകൊണ്ട് ശരീരം ദ്രവിച്ചു പോയാൽ അവിടെ അസ്ഥിയെടുത്ത് മാന്യമായി ഭക്തിയോടെ കൊണ്ടടക്കം ചെയ്യും. ജോസഫിന്റെ ഒക്കെ അസ്ഥിയല്ലേ കൊണ്ടുപോയി അടക്കം ചെയ്യും. അവരുടെ ബഹുമാനപൂർവ്വം അവരടക്കം ചെയ്യും. ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടോ അതോ ആത്മാവിനെ ഉള്ളോ? ശരീരത്തിനുമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം എന്താ പറയുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം അതാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഞരങ്ങുകയാണെന്നാ പറയുന്നത് പ്രകൃതി മുഴുവൻ. മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിലാണ് മനുഷ്യൻ കാണിക്കൂട്ടുന്നതായിരിക്കുന്ന എല്ലാ വികൃതികളും. മൃഗങ്ങളെ വെറുതെ ഉപദ്രവിക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു, കല്ലെറിഞ്ഞു കൊല്ലുന്നു, വിഷം കൊടുത്തു കൊല്ലുന്നു, നഞ്ചു കലക്കി മീനെ പിടിക്കുന്നു, അല്ലേ? എവിടെയെങ്കിലും പോകുന്ന അരണയും ഓന്തിനെയും പാമ്പിനെയും എല്ലാം കല്ലെറിഞ്ഞ് വേദനിപ്പിക്കുന്നു. ഈ പെടാത്തതായിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന വികൃതികളാണ് പാപ സ്വഭാവം കൊണ്ട്. അതുകൊണ്ട് സകല ജന്തു എന്തിനു വേണ്ടിയാണ് നെടുവീർപ്പെടുന്നത്? മനുഷ്യന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഇവനെ എങ്ങനെയും ഒന്ന് വീണ്ടെടുത്തിരുന്ന ദൈവമേ, ഞങ്ങൾക്ക് സൗകര്യമായിട്ട് കഴിയാമായിരുന്നു. അതാണ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് വരുമ്പോൾ ആരും ഉപദ്രവിക്കുകയില്ല. ജന്തുക്കൾ മനുഷ്യനെയില്ല, മനുഷ്യൻ ജന്തുക്കളെ ഏതെല്ലാം ആരും ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, ആത്മാവ് മാത്രമല്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ശരീരവും ആത്മാവും ഒരുമിച്ച് ചേർന്നതാണ്. ശരീരാത്മദേഹികളെന്നാണ്. ഭൗതികമായിരിക്കുന്ന ഒരു വശവും ആത്മീകമായിരിക്കുന്ന ഒരു വശവും മനുഷ്യനുണ്ട്. ഇത് രണ്ടും ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. രണ്ടിന്റെയും വീണ്ടെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.
ശരീരത്തെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ വീണ്ടെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. കർത്താവിന്റെ വരവെങ്കിലാണ് ആ വീണ്ടെടുപ്പ്. നമ്മുടെ ജീർണിച്ച ശരീരവും ക്യാൻസർ വന്ന് മരിക്കുന്ന ശരീരവും ഒക്കെ കർത്താവിന്റെ വരവെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടെടുക്കപ്പെടും. അത് അതിന്റെ പൂർണ്ണ തേജസ്സോടും ഓജസ്സോടും കൂടെ കല്ലറകളിൽ നിന്ന് പുറത്തു വരും. അപ്പോഴാണ് അതിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗം അനുഭവിക്കാനായിട്ട് കഴിയും. നാം നന്നായിട്ടൊക്കെ ജീവിച്ചാൽ, ക്ലീനായിട്ട് നല്ല ആഹാരവും കഴിച്ച് ദുസ്വഭാവങ്ങളൊന്നുമില്ലാതെ മദ്യപാനവും പുകവലിയും ഡ്രഗ്സും ഒന്നും എടുക്കാതെ മാന്യമായി കുടുംബജീവിതമൊക്കെ നയിച്ച് സന്തോഷമായിട്ട് ജീവിച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും. ഈ ശരീരത്തെ നമ്മൾ അബ്യൂസ് ചെയ്താലോ, ഇതിനെ അബ്യൂസ് ചെയ്താൽ ഇതിന് ക്യാൻസറും വരും, ഇതിനെല്ലാം രോഗങ്ങളും വരും. അത് ക്യാൻസർ വരുന്ന എല്ലാവരും അബ്യൂസ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എവിടെയോ അബ്യൂസ് നടക്കുന്നുണ്ടോ? നീ ആഹാരം കഴിക്കുന്ന കാര്യത്തിലോ ഏതോ കാര്യത്തിലുണ്ട്, അല്ലെ ജീൻസിന്റെ കാര്യത്തിലോ എവിടെയോ ഉണ്ട്. അപ്പോ ഇതൊക്കെ സംഭവിക്കുന്നതാ. അതിനുവേണ്ടി ദൈവം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. രക്തം ഭക്ഷിക്കരുത്, മേധസ് ഭക്ഷിക്കരുത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധിയുള്ള ആഹാരം കൊണ്ട് വേണം നിങ്ങൾ പോഷിപ്പിക്കാൻ. അശുദ്ധമായതിനെ ഒന്നും നിങ്ങൾ ഭക്ഷിക്കുകയും തിന്നുകയും ഒന്നും ചെയ്യരുത്. അതൊക്കെ ജാതികൾക്ക് കൊടുത്തേക്കാനാ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ രക്ഷിക്കപ്പെട്ടവരല്ല. അവരുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഉയർപ്പുണ്ട് ന്യായവിധിക്ക് വേണ്ടി. നമ്മുടെ അങ്ങനല്ല. നിത്യത മുഴുവൻ ദൈവത്തോടുകൂടെ കർത്താവിനോടുകൂടെ കഴിക്കേണ്ട ശരീരമാണ് ഈ ശരീരങ്ങൾ എന്ന് പറഞ്ഞത്. ആ ശരീരങ്ങളൊക്കെ ഇത്തിരി ഇവിടെ തന്നെ നല്ല സോപ്പും ഒക്കെ ഇട്ട് കുളിച്ച് ചെറു ക്രീമും ഒക്കെ പുരട്ടി പൗഡറും ഒക്കെ ഇട്ട് ഈ ചൂടുകാലത്ത് അതിനെയൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. മാഷല്ല, ദൈവം തമ്പുരാനും ഇഷ്ടമാണ്. നവോമി റൂത്തിനോട് പറഞ്ഞപ്പോ ബോസിനെ കാണാൻ പോകാൻ പറഞ്ഞപ്പോ എങ്ങനെയാ പോകാൻ പറഞ്ഞേ? നീ കുളിച്ച് തൈലം പൂശി അല്ലേ? എന്തിനാ ഈ തൈലം പൂശുന്നത്? കുളിച്ചങ്ങ് പോയാൽ പോരായോ? നല്ല വസ്ത്രമൊക്കെ അങ്ങനെയല്ല പറഞ്ഞു, കുളിച്ച് തൈലം പൂശി. പക്ഷേ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഒരുപാട് തൈലമുണ്ട്. ദൈവത്തിന് ഉപയോഗിക്കുന്ന തൈലങ്ങൾ ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യാനും മറ്റുമായിട്ടൊക്കെ തൈലങ്ങൾ ഉണ്ടാക്കുന്നു. അത് മനുഷ്യനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് അവനെ ഛേദിച്ച് കളയണമെന്നാണ്. പക്ഷെ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന തൈലങ്ങളുണ്ട്, ധാരാളം തൈലങ്ങളുണ്ട്. യാക്കോബ് മരിച്ചപ്പോ എത്ര ദിവസം അവർ തൈലം പൂശിയത് ശരീരത്തില്? കുറേ ദിവസം, 40 ദിവസം, എത്രയാന്ന് തന്നെ ഓർക്കുന്നില്ല. ഇത്രയും ദിവസം വൈദ്യന്മാര് വന്ന് ശരീരം കേടാകാതിരിക്കാനായിട്ട്. ജോസഫ് മരിച്ചപ്പോഴും അതുപോലെ തന്നെയാണ്, ദീർഘകാലം. കർത്താവ് പറഞ്ഞില്ലേ, മരിച്ചവരെ അടക്കട്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? യഹൂദന്മാരുടെ ഇടയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആദ്യത്തെ ഒരാഴ്ചയുണ്ട് അവരുടെ വിലാപകാലമെന്ന്. കരച്ചിലും പിരിച്ചിലും ഒക്കെ ആകും. അത് കഴിഞ്ഞാൽ അവർ ആ ശരീരം വൈദ്യർക്ക് കൊടുക്കും. വൈദ്യർ അത് എടുത്തിട്ട് ആ ശരീരത്തിലെ ദ്രാവകങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് പ്രത്യേക മരുന്നുകളൊക്കെ കയറ്റി, എണ്ണകളൊക്കെ കയറ്റിയിട്ട് ഈ ശരീരം കേടാകാതിരിക്കാനായിട്ട് 40 ദിവസം കൊണ്ട് എംബാമിങ് എന്ന് പറയും. ഈ എംബാമിങ് നടക്കുന്ന കാലം, എംബാമിങ് കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ശരീരത്തെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത്, കല്ലറയിൽ വെക്കുന്നത്. അപ്പൊ ഇവൻ വന്നിട്ട് അപ്പനെ അടക്കി വെച്ച് വരണമെന്ന് പറഞ്ഞപ്പോ എംബാമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1-2 ദിവസം അല്ലെ ഒരാഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരീരം കൊണ്ട് കല്ലറയിൽ വെച്ചിട്ട് വന്ന് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ അതിനുവേണ്ടി മെനക്കെട്ട ആവശ്യമില്ല. നിന്റെ അപ്പന്റെ വിലാപകാലം കഴിഞ്ഞില്ലേ? നീ അതൊക്കെ ചെയ്തല്ലോ, വേണ്ടതൊക്കെ ചെയ്തല്ലോ. ഇനിയിപ്പോ എംബാമിങ് കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടല്ലോ, അവർ കൊണ്ട് കല്ലറയ്ക്കകത്ത് വെച്ച് കല്ലറ അടച്ചോളും. അതിനുവേണ്ടി നീ നിന്റെ ശിഷ്യത്വം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതാ കർത്താവ് ഉദ്ദേശിച്ചു. അപ്പോ ശരീരങ്ങള് വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. മരിച്ച ശരീരങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കും. ഡെറ്റോളും ഒക്കെ, നല്ല സോപ്പും ഒക്കെ ഇട്ട്, ഡെറ്റോളും ഒക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കും. അതിലെ ബാഹ്യമായ അണുക്കളെല്ലാം ചാകത്തൊക്കെ വേണം, അതിനെ ശുദ്ധീകരിക്കും. ഇന്നത്തെ കാലത്ത് മോർച്ചറി വെക്കും. മോർച്ചറി വെക്കുന്നതിന് മുമ്പ് തന്നെ അത് കഴുകി ശുദ്ധീകരിച്ച് വേണം മോർച്ചറി കൊണ്ടുവെക്കാൻ. അവിടുന്ന് എടുത്തിട്ട് പിന്നെ അവര് അടിക്കേണ്ട സ്പ്രേ ഒക്കെ അടിച്ചത് ശുദ്ധീകരിച്ച് വേറെ വസ്ത്രമൊക്കെ ധരിപ്പിക്കും. മരിച്ചവരോട് വളരെ ബഹുമാനം കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, ശരീരത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടിയിൽ ശരീരത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. ശരീരത്തെ അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എന്ന് പറഞ്ഞാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിത്യതയിൽ ന്യായവിധിക്ക് വിഷയീഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് എന്താ ചെയ്യുന്നത്? കാരണം പറഞ്ഞു, തിന്നാലും കുടിച്ചാലും നിന്റെ ശരീരം കൊണ്ട് നീ എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങനെയാണോ ജീവിച്ചതെന്നുള്ളതാണ് ന്യായവിധി വരുന്നത്. നീ തിന്നത് എന്താ, നീ കുടിച്ചത് എന്താ? അപ്പൊ അമിതമായ ആഹാരം കഴിക്കുന്ന പാവമാണ്. കാരണം എന്താ? അമിതമായ ആഹാരം കഴിച്ചാൽ 2 പാവം. ഒന്ന്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് വരും. ഒന്ന്, രണ്ടാമത് ആഹാരം ഇല്ലാത്ത ആളുകളുടെ ആഹാരം കൂടെ നിങ്ങൾ കഴിക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് ആഹാരം കഴിക്കുക. വെയിറ്റ് ഒന്നും ഒരുപാട് കൂടുതൽ. എങ്ങനെയൊക്കെ സൂക്ഷിച്ച് കഴിച്ചാലും മലയാളികൾക്ക് ശകലം വയറൊക്കെ വരും. അത് നമ്മുടെ ജീൻസിന്റെ ഭാഗമാണെന്നാ പറയുന്നത്. എന്ന് വിചാരിച്ചാൽ അങ്ങനെ കൂടാം. പക്ഷെ ശരീരത്തെ സൂക്ഷിക്കണം. കാരണം ന്യായവിധിയുണ്ട്. നീ എന്തുമാത്രം തിന്നടാ, ഇങ്ങനാന്നോടാ, നീ അങ്ങ് തിന്നുകല്ലായിരുന്നോടാ എന്ന് ചോദിക്കും കർത്താവ്. എന്തൊരു തീറ്റയാടാ ഇത്.
തിന്നാഞ്ഞവരോടും അതിനെ ചോദിക്കും, നിനക്ക് ഞാൻ കഴിക്കാൻ ആഹാരം തന്നു, നിന്റെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങുന്ന ആഹാരം നീ കഴിച്ചില്ല, നീ നിന്റെ ശരീരത്തെ കൊല്ലുക ചെയ്ത ഇഞ്ചിഞ്ചായി. രണ്ട് ചോദ്യമുണ്ട്. ശരീരത്തിന്റെ പ്രാധാന്യം നാം നന്നായി മനസ്സിലാക്കണം. ഈ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിലെ ശരീരത്തെ വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാ? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരം എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വസിക്കുവാനായിട്ട് ദൈവം ഒരു ഭൂമിയെ സൃഷ്ടിച്ചു, ദൈവത്തിന് വസിക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വലിയ വില കൊടുത്ത് അവനെ വീണ്ടെടുത്തു, പരിശുദ്ധാത്മാവിനെ അയച്ച് അവനെ ശുദ്ധീകരിച്ചു. എന്നിട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കുന്ന ആ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന്. ദൈവത്തിന്റെ മന്ദിരം നിങ്ങളുടെ ശരീരമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ ദൈവം നമ്മളെ നശിപ്പിക്കും. ക്യാൻസർ വരുമോ, ഹാർട്ട് അറ്റാക്ക് വരുമോ, സ്ട്രോക്ക് വരുമോ, എങ്ങനെയാന്നാ ദൈവം നശിപ്പിക്കുന്നത് എനിക്കറിയില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചാൽ ദൈവം അതിനെ ബാക്കി നശിപ്പിച്ചു. അത് ദൈവത്തിന്റെ വാഗ്ദത്വമാണ്. സഭയെ നശിപ്പിക്കുന്നവനെയും ദൈവം നശിപ്പിക്കും, അതും ദൈവത്തിന്റെ വാഗ്ദത്വമാണ്, ദൈവത്തിന്റെ സഭയെ നശിപ്പിച്ചാൽ. പക്ഷെ ശരീരവും ദൈവത്തിന്റെ മന്ദിരമാണ്, സഭയും ദൈവത്തിന്റെ മന്ദിരമാണ്. രണ്ടും ദൈവത്തിന്റെ മന്ദിരമാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ശരീരം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമ്മൾ പള്ളി എന്ന് പറയില്ലേ? കർത്താവ് പള്ളിയിൽ പോയി, നസ്രത്തിലെ പള്ളിയിൽ പോയി. അതുപോലെ കർത്താവ് ദൈവാലയത്തിലേക്ക് പോയി എന്ന് പറയുമല്ലോ. ദൈവാലയത്തിൽ, യെരൂശലേമിലെ ദൈവാലയം ഒന്നേ ഉള്ളൂ. അതാണ് ദൈവത്തിന്റെ യഥാർത്ഥ മന്ദിരം. പള്ളികൾ പലതുണ്ട്, ഓരോ വിശ്വാസിയും ഓരോ പള്ളിയാണ്. അതുപോലെ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ദൈവത്തിന്റെ മന്ദിരമാണ്. അതിനെ ഒന്നും നശിപ്പിക്കാനായിട്ട് പാടില്ല. വളരെ പവിത്രമായിട്ട് തന്നെ നാം സൂക്ഷിക്കണം. പത്രോസ് അതേക്കുറിച്ച് എന്താ പറയുന്നത്? 2 പത്രോസ് 1:13 പറഞ്ഞത്, ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലായി ദൈവത്തിന് ആത്മീയ യാഗം കഴിപ്പാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു എന്നാ പറയുന്നത്. ദൈവത്തിന്റെ മന്ദിരമായി പണിയപ്പെടുന്നു. ഓരോ വിശ്വാസിയും ആ മന്ദിരത്തിന്റെ ഒരു കല്ലാണ്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും കല്ലാണ്. ആ കല്ലിന്മേൽ വെച്ചാണ് ദൈവം സഭയാകുന്ന മന്ദിരത്തെ പണിയുന്നത്. ആ മന്ദിരത്തെ പവിത്രമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു മന്ദിരത്തിലെ അല്ലെ ഒരു വീട്ടിലെ കല്ലുകൾ ശുദ്ധമായെങ്കിലല്ലേ ആ വീട് ശുദ്ധമാകും. പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ, കെട്ടിടത്തിൽ കുഷ്ഠമുണ്ടാകും, ഭിത്തിമേൽ കുഷ്ഠമുണ്ടാകും, പുരോഹിതനെ വിളിച്ചാൽ അവനത് വന്ന് അവിടെയെല്ലാം അത് സ്ക്രൈപ്പ് ചെയ്ത് ആ കല്ല് വരെ ഇളക്കും. കാരണം കല്ലിലുണ്ടാകുന്ന കുഷ്ഠമാണ്, ഭിത്തിയിലുണ്ടാകുന്ന കുഷ്ഠമാണ്. അതുപോലെയാണ് ഓരോ വിശ്വാസിയും ഓരോ കല്ലാണ്. ആ കല്ലിന് കുഷ്ഠം വഹിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വന്ന കല്ലിനെ അവിടുന്ന് ഇളക്കി മാറ്റി കൊണ്ടുവരേണ്ടത്. വിശ്വാസികൾ വിശുദ്ധരായി തന്നെ സൂക്ഷിക്കണം, അശുദ്ധരായി സൂക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ശരീരത്തിന്റെ ശരിയായ സൂക്ഷിപ്പും സംരക്ഷണവും ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയട്ടെ. തിന്നുന്നതും കുടിക്കുന്നതും ഉറങ്ങുന്നതും വിശ്രമിക്കുന്നതും എക്സർസൈസ് ചെയ്യുന്നതും വസ്ത്രം ധരിക്കുന്നതും മരുന്ന് കഴിക്കുന്നതും ഇതെല്ലാം ബൈബിൾ വ്യക്തമായി നിർബന്ധമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ശരീരത്തിന്റെ സൂക്ഷിപ്പ് സംബന്ധിച്ച കാര്യങ്ങളാണ്. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? രോഗം വന്നാൽ വൈദ്യനെ കാണിക്കണം, വൈദ്യന് കുടിക്കുന്ന മരുന്ന് കഴിക്കണം, എങ്കിലേ നമ്മുടെ രോഗസൗഖ്യം വരും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ആഹാരം സംബന്ധിച്ച് ഒരുപാട് നിബന്ധനകൾ. ഇന്നത് കഴിക്കുക, ഇന്നത് കഴിക്കരുത്, അതിനെ എങ്ങനെയാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് കൊല്ലേണ്ടത്. ആ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണെങ്കിൽ അത് ചെതുമ്പലുള്ളതായിരിക്കണം, അത് ഇന്നതുണ്ടായിരിക്കണം. ചെതുമ്പലില്ലാത്ത മീനെ കഴിച്ചാൽ എന്താ കുഴപ്പം? വെള്ളത്തിലുള്ള എല്ലാ പാരസൈറ്റുകളും ഇതിന്റെ തൊലിപ്പുറത്താണ് വളരുന്നത്. ചെതുമ്പുള്ള മീനിന്റെ ചെതുമ്പൽ കളയുമ്പോൾ പാരസൈറ്റ്സ് എല്ലാം അതങ്ങ് പോകും. ചെതുമ്പില്ലാത്ത മീനെ മുറിച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിന്റെ പാരസൈറ്റ് മുഴുവൻ നമ്മുടെ വയറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന പോലെ തൊലി ഇരിച്ച് കളയണം. വാളയുടെയൊക്കെ തൊലി ഇരിച്ചിട്ടല്ലേ. ഇവിടുന്നൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ചെന്നാൽ, കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ചെന്നാൽ വാളയൊന്നും തൊലി ഇരിക്കത്തില്ല. വാള ചുമ്മാ വെട്ടിമുറിച്ചിട്ട് കറി വെക്കുക. അത് വിലക്കപ്പെട്ട കാര്യമാണ്. അയവിറക്കുന്ന ജന്തുക്കളെ കഴിക്കണമെന്ന് പറഞ്ഞതിന് ദൈവത്തിന് കാരണം കാണും. എന്റെ ചെറുപ്പത്തിൽ ഞാൻ പോത്തിറച്ചി കഴിച്ചതിന് തല്ലുകൊണ്ട് ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ദുഃഖം വരും, സന്തോഷം വരും. ഞാൻ ഓരോരുത്തർ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവരെ പോത്തിന്റെ ഇറച്ചി വേവിച്ചു. എന്നോട് ചോദിച്ചു ഇറച്ചി കഴിക്കുന്നോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തിറച്ചിയാന്ന് ചോദിച്ചു. പോത്തിന്റെ ഇറച്ചി. ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ ഇച്ചിരി കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അധികമൊന്നുമില്ല, 3-4 കഷ്ണം കഴിച്ചേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു ഞാൻ പോത്തിറച്ചി കഴിച്ചെന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു വിടുവാടാന്ന് പറഞ്ഞു. അപ്പച്ചന്റെ പതിവ് ചൂരപൊടി എടുത്തിട്ട് വന്നു. അപ്പച്ചൻ പറഞ്ഞ പോത്തിനെ യാഗം കഴിക്കാൻ കൊള്ളാവുന്ന മൃഗമാണ്. എടാ നീ ക്രിസ്ത്യാനിയാണ്, യാഗം കഴിക്കാൻ കൊള്ളാവുന്ന മൃഗങ്ങളുടെ ഇറച്ചി മാത്രമേ നിനക്ക് തിന്നാൻ അവകാശമുള്ളൂ. 4 എണ്ണം അങ്ങ് തന്നു. അപ്പച്ചന്റെ അറിവനുസരിച്ച് അപ്പച്ചൻ പെരുമാറി. എനിക്കതിന് കംപ്ലൈന്റ് ഒന്നുമില്ല. സന്തോഷം എന്താന്ന് ചോദിച്ചാൽ അപ്പച്ചന്റെ ബോധ്യത അനുസരിച്ച് അപ്പച്ചൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ദുഃഖം എന്താന്ന് ചോദിച്ചാൽ 5-6 കഷ്ണം കൂടെ കഴിക്കാനൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഴയ നിയമകാലത്തല്ല യാഗങ്ങളെ കഴിക്കുന്നില്ലല്ലോ, മൃഗങ്ങളെ യാഗം കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ യാഗം കഴിക്കുന്ന മൃഗങ്ങളുടെ യോഗ്യത ഒന്നും നമുക്ക് ബാധകം
അല്ല. എന്ന് മാത്രമല്ല പത്രോസിനോട് പറഞ്ഞത് എന്താണ്? ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഇഴയെന്തെങ്കിലും അതിലുണ്ട് എഴുന്നേറ്റ് അറുത്ത് തിന്നുക, ദൈവം ശുദ്ധീകരിച്ചത് നീ അശുദ്ധം എന്ന് പറയുന്നല്ലേ പറഞ്ഞു. അതോടുകൂടെ തീർന്നു. പഴയ നിയമത്തിലെ ആഹാര വ്യവസ്ഥകളെല്ലാം അവിടെ തീർന്നു. എന്നാലും ശുദ്ധിയുള്ള മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാളയിറച്ചി പോലെ നല്ലതല്ല പോത്തിറച്ചി എത്ര പറഞ്ഞാൽ. പോത്തിറച്ചിയുടെ മേധസ്സിലാണ് കഴിക്കുന്നതുകൊണ്ട് മനുഷ്യർ കുറച്ചുകൂടി രുചി വരുമെന്നുള്ളത്. കാളയുടെ മേധസ് കഴിക്കുകയില്ല, അത് മുഴുവൻ കളയും. നാം എന്ത് കഴിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവം വളരെ താല്പര്യപൂർവ്വമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യഹൂദന് ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. എല്ലാ ലോകത്തിലെ ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യേക ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടാണ്. അതുകൊണ്ട് അവരുടെ ആഹാര രീതികൾ പ്രത്യേകമായിരിക്കണം. അവർക്ക് എന്തും തിന്നാനൊക്കില്ല. നീ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന ബോധ്യതയോടുകൂടി വേണം നീ തിന്നാൻ. ആ ബോധ്യതയോടുകൂടെ നാമും കഴിക്കാം. പക്ഷെ നമുക്ക് ഈ ആഹാരപരമായിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ഇന്നില്ല. എങ്കിലും നാം കഴിക്കുമ്പോൾ എന്ത് വേണം? ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണോ സഹായകരമാണോ എന്ന ബോധ്യതയോടുകൂടെ വേണം കഴിക്കാൻ. അല്ല മുന്നേ വിളമ്പുന്ന എല്ലാം വെട്ടി വിഴുങ്ങരുത്. നാം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം കഴിക്കാൻ. ഒരു യഹൂദൻ ഒരു ഹോട്ടലിൽ കയറി എന്തെല്ലാം ചോദ്യം ചോദിക്കണം? ചപ്പാത്തി കൊണ്ടുവച്ചു, അവന് എൻ്റെ കബൂസ് കൊണ്ടുവച്ചു, ജബർദോൻ ഇറച്ചി, എന്തിറച്ചിയാണ്? കാളയിറച്ചിയാണ്. ശരി, അറുത്തത് എങ്ങനെയാണ്? രക്തം മുഴുവൻ കോർത്ത് കളഞ്ഞു, മേധസ് ദഹിപ്പിച്ചു കളഞ്ഞു. എപ്പോൾ പാചകം ചെയ്തതാണ്? എപ്പോൾ അറുത്തിറച്ചിയാണ്? ഇന്ന് അറുത്തിറച്ചി എന്നാൽ കൊണ്ടുപോകാം, ഇന്നലെ അറുത്തിറച്ചി കൊണ്ടുപോകും. ഇതിൽ ഹാർട്ട് ഉണ്ടോ ലിവർ ഉണ്ടോ ഒന്നും കഴിക്കാൻ പാടില്ല. അവനൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അതെല്ലാം മാറ്റി. ഒരു ജാതിക്കാരന് ഹോട്ടലിൽ കയറിയ കൊണ്ടുപോയിട്ട് എന്താ ഇറച്ചി, ഏതിറച്ചിയാന്ന് അവൻ ചോദിക്കുമോ? എന്തൊക്കെ ഇറച്ചിയാണ് കൊണ്ടുപോവാ, വയറ് നിറച്ച് തിന്നിച്ച് പോകണമെന്നല്ലേ ഉള്ളൂ. ഒരു വിശ്വാസിക്കും അങ്ങനെ ഒക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരു വിശ്വാസികൾ ഹോട്ടലിൽ കയറിയാലും അവൻ എന്തും അങ്ങനെ കാണിച്ചു കഴിക്കാനും ഒക്കില്ല. ഇതെപ്പോഴുണ്ടാക്കിയാന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാ. അതുകൊണ്ട് നല്ല തെള്ളുള്ള ഹോട്ടലിലെ ഞാൻ കയറത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ധാരാളം കഴിച്ചു പോകുന്നിടത്ത് ഒരിക്കലും പഴയ ആഹാരം കിട്ടൂല. തെള്ളില്ലാത്ത ഹോട്ടലിൽ കയറിയാൽ മിനിഞ്ഞാത്തത് തുടങ്ങി അവിടെ ഇരിക്കുകയായിരിക്കും. നമ്മൾ പറയും തെള്ളില്ലാത്ത ഹോട്ടലിൽ കയറിയാൽ ഇരിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമുണ്ട്, സർവീസ് വളരെ വേഗമാകും അല്ലേ. ആഹാരം ഹോട്ടലിൽ കയറുന്നതിന്റെ പരിഗണന അതല്ല. ഹോട്ടലിൽ കയറുന്നതിന്റെ പരിഗണന ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കിട്ടുമെന്ന്. അപ്പൊ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നാം വളരെ ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സാനിറ്ററി റൂൾസ് എന്തെല്ലാം ഉണ്ട് ശരീരത്തിന്റെ. യഹൂദന് ലോകത്തിലെ കക്കൂസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ദൈവമാണ്. യഹൂദനോട് പറഞ്ഞു, നീ ബാഹ്യത്തിന് പോകുമ്പോൾ ഒരു പാരയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. നീ കുഴിയെടുത്ത് നിന്റെ ബാഹ്യം അതിൽ മൂടിയിട്ട് വരണം. അത് പട്ടിയും കാക്കയും കോഴിയും ഒന്നും തിന്നരുത്, മനുഷ്യരാരും കയറി ചവിട്ടരുത്. മഴ പെയ്താൽ അതെല്ലാം കൂടെ ഒഴുകി മനുഷ്യൻ കുളിക്കുന്ന വെള്ളത്തിലേക്ക് പോകരുത്. ഇവിടെ ചില ആറുകളുടെയൊക്കെ കഥ പറഞ്ഞാൽ ഒന്നും പറയണ്ട. അതിൽ പോയി മനുഷ്യരെ കുളിക്കുകയും വായു വെള്ളം ഒഴിക്കുകയും മേളിൽ ആനയെ കുളിപ്പിക്കുകയും താഴെ പോത്തിനെ കുളിപ്പിക്കുകയും ഇനിയപ്പുറത്തെ ആളുകൾ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുകയും അതിന് താഴെ നിന്ന് കുളിക്കുകയും എല്ലാം ചെയ്യും. എന്നിട്ട് എന്നും എന്താ മനുഷ്യർക്ക് അസുഖമാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ആ ഇൻഫെക്ഷനും ഈ ഇൻഫെക്ഷനും. ആരുടെ കുറ്റം പറയും? നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കണം പ്രിയമുള്ളവര്. അതുകൊണ്ട് ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന പ്രസ്താവനയിലൂടെ ദൈവം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മന്ദിരത്തെ നിങ്ങൾ ശുദ്ധിയായി സൂക്ഷിക്കണം, ആരോഗ്യമായി സൂക്ഷിക്കണം. അതിന് കേടുവരുന്ന ഒന്നും നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ തിന്നുന്നത്, എന്താ കുടിക്കുന്നത്, ദൈവമഹത്വത്തിനാകുമോ എന്ന ബോധ്യതയോടുകൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യണമെന്നാണ്. തിന്നരുത്, കുടിക്കരുത്, തുടരുന്നുള്ള നിയമമൊന്നും നമുക്ക് ബാധകമല്ല. അതൊക്കെ ഈ അസറ്റിക്സ് എന്ന് പറയുന്ന ആളുകള്, സന്യാസവ്രതങ്ങളിലൊക്കെ വന്ന ആളുകളാണ്. അവർ വിവാഹം വിലക്കുകയും ദൈവം സ്തോത്രത്തോട് ഭക്ഷിപ്പാൻ തന്ന ആഹാര സാധനങ്ങൾ വിലക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ കഴിച്ചോളാനാ പറയുന്നത്. അതൊക്കെ കഴിച്ചോ, സ്തോത്രം ചെയ്ത് കഴിച്ചോ. പക്ഷേ നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഒന്നും കഴിക്കരുത്. അതുകൊണ്ട് വിശ്വാസികളായ നാം നമ്മുടെ ശരീരം സംബന്ധിച്ച കാര്യവിചാരകത്വം ഏറ്റവും ശ്രദ്ധയോടെ കരുതേണ്ടതാണ്. നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയുടെ ഒരു അതിപ്രധാന ഘടകമാണ് ആഹാരം. നമുക്കറിയാം, അവർ ഒരുമിച്ച് ആഹാരം കഴിച്ചു എന്നുള്ളത്. ആഹാരം, കൂട്ടായ്മയ്ക്ക് ആഹാരം കൊണ്ടുവരുമ്പോൾ ആരോഗ്യകരമായ ആഹാരം കൊണ്ടുവരണം. പച്ചക്കറി ആയാലും മത്സ്യമായാലും മാംസമായാലും ആരോഗ്യകരമായത് കൊണ്ടുവരണം. സഹോദരന്മാർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നതിന്റെ അതിപ്രധാന മുഖാന്തരങ്ങളിൽ ഒന്നാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് ദൈവമഹത്വത്തിന് വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വളരെ അധികം ശക്തമായി ദൈവവചനം നിഷേധിച്ചിരിക്കുന്ന കാര്യമാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം, ആത്മാവിലെ കന്മഷവും ശരീരത്തിലെ കന്മഷവും ഉണ്ട്. അങ്ങനെ രണ്ടിനും കന്മഷങ്ങളുണ്ട്. ആത്മാവിലെ കന്മഷമാണ് അസൂയയും പകയും പിണക്കവും നുണയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ശരീരത്തിന്റെ കന്മഷമാണ് വ്യഭിചാരം, കൊലപാതകം, മോഷണം, കളവ് പറയുക, ദൈവനിന്ദ പറയുക, സംസാരം, മറ്റുള്ളവരെ പറ്റി അപവാദം പറയുക. ഇതെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കാണ് കൂടുതൽ ശക്തമായ ശിക്ഷകൾ. ഇപ്പൊ ഒരു മനുഷ്യൻ ആത്മാവിലെ അവന് നിരാശ ഉണ്ടായെന്ന് പറഞ്ഞവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയില്ല. പക്ഷെ വ്യഭിചാരം ചെയ്തവനെയോ കൊലപാതകം ചെയ്തവനെയോ കണ്ടില്ലേ?
അതുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ആത്മാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങളെക്കാൾ വളരെ കഠിനത കൂടിയ പാപം. ആത്മാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ദൈവം മാത്രമേ കാണുന്നുള്ളൂ, മനുഷ്യനാരും കാണുന്നില്ല. ഞാനൊരു മനുഷ്യ നേരെ എനിക്ക് കോപം വന്നാൽ, നിരാശ വന്നാൽ, അസൂയ വന്നാൽ, പക വന്നാൽ ഞാനത് പ്രകടമാക്കുന്നില്ലെങ്കിൽ ആരും കാണുന്നില്ല. പക്ഷെ അങ്ങനല്ല. കൊലപാതകം ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ പിടിച്ചു പറിക്കുകയോ മോഷണം ചെയ്യുകയോ സംസാരത്തിൽ ആകരുതാത്ത പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം കൊണ്ടാണ് നാം ദൈവത്തിന്റെ ശുശ്രൂഷകൾ ഏറെയും ചെയ്യുന്നത്. ആരാധനയും പാടുകയും പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും സുവിശേഷം പറയുകയും പ്രബോധിപ്പിക്കുകയും ബുദ്ധിപദേശം ചെയ്യുകയും ഇതെല്ലാം ശരീരം കൊണ്ടല്ലേ ചെയ്യുന്നത്. എല്ലാം ശരീരം കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് അല്ലേ പറഞ്ഞത്, ഒരേ ഉറവിൽ നിന്ന് മധുരത്തിന്റെ വെള്ളവും ഒരേ ഉറവിൽ നിന്ന് കയ്പിന്റെ വെള്ളവും എന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച രാവിലെ പോയി ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം പറയുകയും പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ബുദ്ധിപദേശം ചെയ്യുകയും ചെയ്യും. വൈകിട്ട് വീട്ടിൽ വന്ന് ഭാര്യ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ആഹാരം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. പിന്നെ ചില അഭിഷേകവും ചെയ്യും, കൈവപ്പും ചെയ്യും, എല്ലാം ചെയ്യും. സഹോദരന്മാരോട് അങ്ങനെ തന്നെ ചെയ്യും. ഇതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അതിപ്രധാനമായിരിക്കുന്ന മുഖാന്തരമാണ്. അതാണ് ഞാൻ ഇന്ന് പറയാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിച്ച കാര്യം. അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ, നമ്മുടെ ആരാധനയുടെ അതിപ്രധാനമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആത്മാവിന് എല്ലാ പ്രാധാന്യവും കൊടുത്ത് ശരീരത്തിന് ഒരു പ്രാധാന്യവും ഇല്ലെന്ന് പറയുന്നത് വെറും സ്വയം വഞ്ചിക്കുകയാണ്. അങ്ങനെ ഒരു ഉപദേശം ബൈബിളിലില്ല. നിങ്ങളുടെ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് ബൈബിളിന്റെ. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും, ഭൗതികമായി എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അബ്യൂസ് ചെയ്യരുത്. ഒരുപാട് വിശ്വാസികൾ തങ്ങളുടെ ശരീരത്തെ അബ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അവരുടെ ശരീരത്തെ ദുർവ്യയം ചെയ്യുക. ശരീരത്തിൽ സമയത്ത് കഴിക്കുകയില്ല, സമയത്ത് കുടിക്കുകയില്ല, സമയത്ത് കുളിക്കുകയില്ല, സമയത്ത് മുടി വെട്ടിക്കുകയില്ല, സമയത്ത് ഷേവ് ചെയ്യില്ല. ഇതൊന്നും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അബ്യൂസ് ചെയ്യുകയാണ്. നിങ്ങളെ തന്നെ വികൃതമാക്കുക. ചില വിശ്വാസികളെ കണ്ട എന്തൊരു വികൃതം! ലോകം കാണിക്കുന്ന എല്ലാ കോക്രികളും മനുഷ്യൻ ദൈവങ്ങളും കാണിച്ചു. മൂവി സ്റ്റാർസ് ആണെന്ന് നിശ്ചയിക്കുന്നതിന് മുടി എപ്പോഴാണ് വെട്ടുന്നത്, നീ എപ്പോഴാണ് ഷേവ് ചെയ്യുന്നത്, നിന്റെ ഷർട്ട് എങ്ങനെ വേണം, നിന്റെ പാൻസ് എങ്ങനെ വേണം, അത് മൂവി സ്റ്റാർസ് അല്ല നിശ്ചയിക്കുന്നത്, ദൈവങ്ങളാണ് നിശ്ചയിക്കുന്നത്. യോഗ്യമായ ശരീരം മറയ്ക്കാൻ വേണ്ടി അല്ലേ വസ്ത്രം ധരിക്കും? അല്ല, ലോകത്തിലെ ഫാഷൻ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിയത് അദ്ദേഹത്തിനാണ്. ചിലരുടെ തലേന്ന് പറഞ്ഞ ബാർബർമാർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വരുന്ന ഫാഷൻ എല്ലാം അവിടെ കാണിക്കാൻ. എനിക്ക് 52 വയസ്സായി, ഇതുവരെ ഞാൻ എൻ്റെ മുടിയുടെ ഫാഷൻ മാറ്റിയിട്ടില്ല. മരിക്കുന്നവർ മാറ്റുകയില്ല, എൻ്റെ ആവശ്യമില്ലല്ലോ. അതെൻ്റെ ഐഡന്റിറ്റി അല്ലേ. ഞാനെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അതിപ്രധാന ഘടകമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ആ ശരീരത്തെ നാം ഒരിക്കലും അവഗണിക്കരുത്, അബ്യൂസ് ചെയ്യരുത്. അതിനെ നാം വളരെ സൂക്ഷ്മതയോടെ വിശുദ്ധമായി പരിപാലിക്കും. സമയത്ത് തന്നെ ആഹാരം കഴിക്കണം, അല്ലേ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും, ദഹനക്കേടുണ്ടാകും, അൾസർ ഉണ്ടാകും, എന്തെല്ലാം രോഗങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ആഹാരം കഴിക്കില്ല. ജോലിക്ക് പോലും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ അബ്യൂസ് ചെയ്യുകയാണ്, ദൈവത്തിന്റെ മന്ദിരത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ബുദ്ധിയോടുകൂടെ ആളുകൾ ചെയ്യേണ്ടത് ആവശ്യം. ഇതൊന്നും ചെയ്യാൻ പാടില്ല. രാവിലെ കഴിക്കേണ്ട സമയം, ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയം എല്ലാം ഉണ്ട്, കിടക്കേണ്ട സമയമുണ്ട്. അങ്ങനെയൊക്കെ വേണം. കിടക്കേണ്ട സമയത്ത് കിടക്കാൻ വയ്യാത്ത ഞങ്ങളെ പോലെ ചില ആളുകളുണ്ട്. കാരണം രാത്രി 10 മണി വരെയോ മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ യാത്ര, 4 മണിക്കൂർ യാത്ര കഴിഞ്ഞാണ് വീട്ടിൽ വരാം. അപ്പം 3 മണിയാവും. പിന്നെ കിടന്നുറങ്ങുന്ന എപ്പോഴാണ്? നമ്മൾ ഉത്തരവാദിത്വ ബോധമുള്ള നല്ല വിശ്വാസികളായിട്ട് ഗ്രഹവിചാരകത്വം, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് നല്ല ഗ്രഹവിചാരം, കുളിക്കേണ്ട സമയത്ത് അത് കുളിച്ച് ശുദ്ധമായ സോപ്പൊക്കെ ഉപയോഗിച്ച് കുളിച്ച് കഴുകി, മുടിയൊക്കെ ഷാമ്പു ചെയ്യേണ്ട സമയങ്ങളിൽ ഷാമ്പു ചെയ്ത്, ഷേവ് ചെയ്യേണ്ടതൊക്കെ ഷേവ് ചെയ്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ്. ആത്മാവ് വിശുദ്ധം, ശരീരം ക്ലീൻ, ശുദ്ധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.